ഇന്ത്യ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ സംഹൗ തിരുവനന്തപുരം ചവിട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണുള്ളത്. അപ്പോൾ ഇവിടെ ഒരു നരേന്ദ്രമോദിക്ക് ഒരു കൺസെപ്റ്റ് ഉണ്ട്. ആ കൺസെപ്റ്റിൽ ഈ പാർലമെന്റ് കോൺസ്റ്റിറ്റ്യുവൻസിയെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതായിരിക്കും എൻ്റെ ദൗത്യം. അപ്പോൾ ഒരു പൊളിറ്റിക്കൽ കോമ്പറ്റീഷൻ അപ്പുറത്ത് ഇവിടുത്തെ ഡെവലപ്മെന്റ് ഇതാണ് മേജർ പ്ലാങ്ക്. അത് കഴിഞ്ഞ 15 വർഷമായിട്ട് ഇവിടെ സംഭവിക്കുന്നില്ല എന്നാണോ താങ്കൾ പറയുന്നത്? അതെ, അതിൻ്റെ ഒരു ഫാക്റ്റും അതിൻ്റെ എവിഡൻസ് എല്ലാം എല്ലാവർക്കും അറിയാലോ. നമ്മുടെ കേരള നാട്ടിൽ ഏറ്റവും അൺഎംപ്ലോയ്മെൻറ്റ് ഇന്ത്യയിലുണ്ടെങ്കിൽ കേരള നാട്ടിൽ അൺഎംപ്ലോയ്മെൻറ്റ്, യൂത്ത് അൺഎംപ്ലോയ്മെൻറ്റ്. കോളേജസിൽ 37% അണ്ടർ ഗ്രാജുവേറ്റ് സീറ്റ്സ് വേക്കൻ്റ് ആണ്. ഇവിടുത്തെ കുട്ടികൾ, ഹൈലി ക്വാളിഫൈഡ് കുട്ടികൾ 33 ദിവസം 34 ദിവസം പോലീസിൽ കോൺസ്റ്റബിൾ ആവാൻ അവിടെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരം ചെയ്യുന്നു. എവിടെ നോക്കിയാലും, ഇത് തീരദേശത്ത് പോയി നോക്കിയാലും, ഞാൻ ഇന്നലെ മിനിഞ്ഞാന്ന് പറഞ്ഞു, ഒരു നെഗ്ലിജൻസിൻ്റെ ഒരു എവിഡൻസ് എല്ലായിടത്തും. ഞാൻ ആരെയും തെറി പറയല്ല, ബട്ട് ഇതൊരു ഫാക്റ്റാണ്. ആരും ഒന്നും ഒരു എംപത്തി കൊണ്ടോ ഒരു 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 ഇതിൻ്റെ എല്ലാം പ്രോബ്ലംസിൻ്റെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കണം എന്ന് ആരും അങ്ങനെ നോക്കിയിട്ടില്ല. അതുകൊണ്ട് എൻ്റെ മനസ്സിൽ ജനങ്ങൾക്ക് ഒരു മാറ്റം വേണം. രാഷ്ട്രീയം ഒരു വികസനത്തിൻ്റെ രാഷ്ട്രീയം, പുരോഗതിൻ്റെ രാഷ്ട്രീയമാണ് അവർക്ക് വേണ്ടത്. അവരുടെ കുട്ടികൾക്കും ഒന്ന് പ്രോഗ്രസ് വേണം, അവരുടെ കുട്ടികൾക്കും ഒരു അവസരം വേണം. കർണാടകയിലെ ഒരു വലിയ ഫാക്ടറി വന്ന് ലക്ഷം കണക്കിൽ അവിടെ തൊഴിൽ കിട്ടുമ്പോൾ 700 കിലോമീറ്റർ ദൂരെ ഇവിടെ എന്താ അത് വരാത്ത? ചെന്നൈയിലും തമിഴ്നാട്ടിലും വലിയ വലിയ ഫാക്ടറീസ് വരുന്നു, ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിങ്. അവിടുത്തെ ടെക് ഈക്കോ സിസ്റ്റമിൽ എത്രയോ കോടിക്കണക്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നു. ഈ നമ്മുടെ തിരുവനന്തപുരത്തും 96-97 ഇവിടെ ടെക്നോ പാർക്കായിട്ട് ഒറിജിനൽ ഐഡിയ എവിടുന്ന് തുടങ്ങിയത്? എന്താണ് ഇങ്ങനത്തെ ഒരു പുരോഗതിയും ഇൻവെസ്റ്റ്മെൻറ്റ്സ് എല്ലാം വരാത്തത്? അതെല്ലാം ഒരു നാച്ചുറൽ ക്വസ്റ്റ്യൻ. ഞാൻ ഒന്ന് പ്രൊവോക്ക് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഒന്നുമല്ല, ഇതെല്ലാം ജനങ്ങൾ ചോദിക്കുന്നു. ഇതുവരെ അതിൻ്റെ ഒരു ആൻസർ കൊടുക്കാനോ ഒരു ഉത്തരം കൊടുക്കാനോ ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ ഇതിൻ്റെ ആൻസർ കൊടുക്കുന്നു. എന്നിട്ട് ഞാൻ ഭയങ്കര എംഫാറ്റിക്കായിട്ട് പറയുന്നു, ഞാനിപ്പോൾ ഒരു വിഷൻ മുമ്പോട്ട് വെച്ചാൽ, അത് എല്ലാവരും കൂടെ ഉണ്ടാക്കിയൊരു വിഷൻ ഉണ്ടാക്കിയാൽ, അത് എൻ്റെ ഒരു റിപ്പോർട്ട് കാർഡായിട്ട് എനിക്ക് 5 കൊല്ലത്തിനൊരു അവസരം കിട്ടി. എനിക്ക് 10 കൊല്ലം വേണ്ട, 15 കൊല്ലം വേണ്ട, 5 കൊല്ലം എനിക്കൊരു അവസരം ജനങ്ങൾ തന്ന, സേവിക്കാൻ, തിരുവനന്തപുരത്തിന് മുമ്പോട്ട് കൊണ്ടുപോകാനൊരു അവസരം തന്ന ആ ഒരു ഡോക്യുമെൻ്റ് ആയിരിക്കും എൻ്റെ ഒരു കോൺട്രാക്റ്റ്. ഞാൻ ഇത് ചെയ്യും, ചെയ്തില്ലെങ്കിൽ എനിക്ക് സെക്കൻഡ് ടേം തരണ്ട, എന്നെ പിടിച്ച് പുറത്താക്കിക്കോളും. ആ ഒരു കോൺഫിഡൻസ് കൊണ്ടാണ് ഞാൻ ജനങ്ങളുടെ. അതൊരു ബിഗ് സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ. ഈ മത്സരത്തിൽ വരുമ്പോൾ പറയുന്നത്, എനിക്ക് എൻ്റെ ഞാൻ ചെയ്യുന്ന റിപ്പോർട്ട് കാർഡിന് അനുസരിച്ച് മാത്രം അടുത്ത ഒരു സമയത്ത് ഞാൻ ഇലക്ഷൻ വരികയാണെങ്കിൽ നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്താണ്. അങ്ങനെ സാധാരണ ഇതിൽ ഒരു കാൻഡിഡേറ്റും പറയത്തില്ല.